ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തു സുമർ 21-ാമത്തെ വചനമാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ വചനത്തിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട തജ്വീദ് വശങ്ങൾ നമുക്ക് പരിശോധിക്കാം. അലം തറ, ഇതിൽ സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അലം തറ, റായിനെ തഫ്ഖീം ചെയ്യേണ്ടതാണ്, തടിപ്പിച്ച് പെരുപ്പിച്ച് ഓതുക, അതാണ് തഫ്ഖീം. തറ, അലം തറ, റായിൽ മാത്രമാണ് തഫ്ഖീം. അന്നല്ലാഹ, അന്ന നൂൻ മുഷദ്ദദ മണിക്കേണ്ടതാണ്, ശദ്ദ് നൽകപ്പെട്ട നൂൻ. അല്ലാഹ് എന്ന ലഫ്ഉൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ചോദണം. അതിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും തഫ്ഖീം ചെയ്യണം. ഇവിടെ ലാമിൻ്റെ മഖ്റജിൽ യാതൊരു മാറ്റവും വരരുത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്, നമ്മൾ സൂചിപ്പിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ അലം തറ അന്നല്ലാഹ അൻസല, അൻസല ഈ പദത്തിലെ സാക്കിനത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മിനസ്സമായി, ഈ പദത്തിൽ മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. അപ്രകാരം തന്നെ അടുത്ത പദത്തിലും ഈ 2 ദീർഘങ്ങളും നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നൽകേണ്ടതാണ്. മദ് മുത്തസിൽ വാജിബ്. ഫസലക, ഇതിൽ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മറച്ച് മണിച്ചു കൊണ്ടുപോകണം. ഇഖ്ഫാ ഹഖീഖി. ഫസലകഹു യനാബിഅ ഫിൽ അർദ്, ഫസലകഹു ഈ ഹാ ഉദ്ദമീറിൻ്റെ ദീർഘം മദ്ദുസ്സില അസ്സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ നൽകണം. വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹായിന് സുക്കൂനാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസലക എന്ന് സുക്കൂൻ നൽകി നിർത്തണം. ഫസലകഹു യനാബിഅ ഫിൽ അർദ്, ഇവിടെയും ഞാൻ കഴിഞ്ഞ തവണ സൂചിപ്പിച്ച യനാബിഅ, ഈ ആയിന് പലപ്പോഴും സാധാരണ നമ്മുടെ മലയാളികൾക്ക് പലപ്പോഴും തെറ്റുന്നൊരു കാര്യമാണ്. ആയിന് റിയായിലേക്ക് ചാടിപ്പോവുക, ഒരു ചരിഞ്ഞു പോവുക, അല്ലെങ്കിൽ അതിലേക്ക് അടുത്തു പോവുക. യനാബിയ എന്നല്ല, യനാബിഅ, ബിഅ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. ഫിൽ അർദ്, റാഇ ദ്വാദ് തഫ്ഖീം ചെയ്യേണ്ട 2 അക്ഷരങ്ങളാണ്. ദ്വാദിന് കസ്റുള്ളത്, കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകിയാൽ മതി. സുമ്മ യുഖ്രിജു, സുമ്മ മീം മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട മീമിനെ മണിക്കണം. യുഖ്രിജു, യുഖ്രിജു, ഖാഇന് തഫ്ഖീം നിസ്ബി കൊടുക്കുക. യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫ, ബിഹി മദ്ദുസ്സില സുഗ്റ നേരത്തെ സൂചിപ്പിച്ചു. സർഅൻ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. സർഅൻ മുഖ്തലിഫൻ അൽവാനു, മുഖ്തലിഫൻ ഖാഇന് തഫ്ഖീം നിസ്ബിയാണ്. മുഖ്തലിഫൻ തൻവീനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അൽവാനുഹു സുമ്മ, ഹാ ഉദ്ദമീറിന് മദ്ദുസ്സില സുഗ്റ 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. സുമ്മ മീം മുഷദ്ദദ, വീണ്ടും ഈ പദം ആവർത്തിക്കുന്നുണ്ട്, മണിച്ചുകൊണ്ട് മീമിനെ ഉച്ചരിക്കണം. യഹീജു, യഹീജു ഫതറാഹു, ഫതറാഹു റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോതുക. മുസ്ഫ
മുസ് സ്വാദിന് തഫ്ഖീം കൊടുക്കുക. അതുപോലെ മുസ് ഫയിൽ തഫ്ഖീം വരരുത്, സൂക്ഷിക്കണം. മുസ്ഫറൻ റായിൽ ഫത്ഹ വരെയും തഫ്ഖീം, ശേഷമുള്ള നൂനിൻ്റെ ഉച്ചാരണം അതിൽ തഫ്ഖീം വരരുത്. കാരണം ഉന്ന മുറഖഖ നൽകി, തർക്കീഖോടുകൂടിയുള്ള മണിക്കൽ നൽകി ഉച്ചരിക്കേണ്ടതാണ്. സായിന് മുമ്പിലായതുകൊണ്ട് അവിടെ ഇഖ്ഫ ഹഖീഖിയാണ്. മുസ്ഫറൻ സുമ്മ, വീണ്ടും മീം മുശദ്ദദ മണിക്കുക. യജ്അലുഹു ഹുതാമ, യജ്അലുഹു ജീമിൻ്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഖൽഖല സുഗ്റ, ഹ ഉദ്ദമീർ മദ്ദുസ്സില സുഗ്റ നൽകി ദീർഘിപ്പിക്കണം 2 ഹറക്കത്തിൻ്റെ അളവിൽ. ഹുതാമ, ത്വാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഓതുക. മ എന്ന് പറയുമ്പോൾ മീമിൻ്റെ ദീർഘം അതിൽ തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കണം. ഹുതാമ. ഇന്ന നൂൻ മുശദ്ദദ മണിക്കണം. ഫീ ദാലിക ലദിക്റ, ദാലിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ദിക്റ, കാഫ്, ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളുള്ള പ്രത്യേകമായ അക്ഷരമാണ്. ലദിക്റ, ലദിക്റ. റായിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ചോതുക. ലി ഉലിൽ അൽബാബ്, ലി ഉലിൽ അൽബാബ്. ഹംസകളെ വ്യക്തമാക്കണം, ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. അവസാനിപ്പിക്കുമ്പോൾ ബായിൽ ഖൽഖല കുബ്ര നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കി വഖഫ് ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. بسم الله، الحمد لله، والصلاة والسلام